കൊല്ലം ചാത്തന്നൂരിൽ ബി പ്രവർത്തകനെ വെട്ടി പരിക്കേൽപ്പിച്ചു. ഗുരുതരമായ പരിക്കേറ്റ RSS പ്രവർത്തകൻ രാജീവിനെ പാരിപ്പള്ളി സർക്കാർ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചു. കഴിഞ്ഞ ദിവസം പ്രതി ചാത്തന്നൂരിലെ വീട്ടിലെത്തുകയും അവിടെ നിന്ന് പ്രകോപനം നടത്തി രാജീവിനെ കുത്തുകയുമായിരുന്നു. ഇക്കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിൽ BJP 3 സീറ്റുകൾ നേടിയിരുന്നു. അതിലൊന്ന് ചാത്തന്നൂരായിരുന്നു. നേമത്ത് രാജീവ് ചന്ദ്രശേഖറും കഴക്കൂട്ടത്ത് മുരളീധരനും ജയിച്ചിരുന്നു. കൊല്ലത്തെ CPM കോട്ടയിൽ ശക്തമായ വിജയമാണ് BJP നേടിയത്. മൊട്ട വിഷ്ണു എന്നറിയപ്പെടുന്ന വിഷ്ണുവാണ് രാജീവിനെ വെട്ടിയത്. വിഷ്ണു SFI DYFI പ്രവർത്തകനെന്നാണ് അറിയാൻ കഴിയുന്നത്. രാജീവ് മുൻപ് BJP സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇടതിന്റെ ചുവന്ന കോട്ട തകർന്നതിൽ വലിയ രോഷം അവർക്കിടയിൽ ഉണ്ടായിരുന്നു. ഇത്തവണ വലിയൊരു മുന്നേറ്റമാണ് BJP ചാത്തന്നൂരിൽ നടത്തിയത്. അതിനാൽ തന്നെ ആ അമർഷമാണ് അവർ ഇവിടെ നടത്തിയത്. രാജീവിനെ കത്തി ഉപയോഗിച്ചാണ് കുത്തി പരിക്കേൽപ്പിച്ചത്. അതിനുശേഷം പ്രതി വിഷ്ണു ഓടി രക്ഷപ്പെട്ടു പോകുകയായിരുന്നു. ഇത്തവണ പൊതുവെ ഇടതുപക്ഷ ശക്തി കേന്ദ്രങ്ങളെല്ലാം ദയനീയമായ പരാജയം നേരിട്ട് തകർന്നു വീണിരുന്നു. ചാത്തന്നൂർ പോലൊരു മണ്ഡലം ഒന്ന് സങ്കല്പിക്കാൻ പോലും ആകാത്ത വിധത്തിൽ ജയിച്ചു കയറിയതിന്റെ പ്രത്യാഘാതമാണ് ഇതെന്നാണ് അറിയാൻ കഴിയുന്നത്. സ്ഥലത്ത് കുറച്ച് നാളുകൾക്ക് മുമ്പ് സമാനമായ രീതിയിൽ ചില ആക്രമണങ്ങൾ നടത്താൻ ശ്രമിച്ചിരുന്നുവെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ചാത്തന്നൂർ മണ്ഡലം BJP സ്വന്തമാക്കിയതിന്റെ രോഷപ്രകടനമാകാം ഇതെല്ലാം എന്നാണ് നാട്ടുകാർ പറയുന്നത്.